ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഞാനൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. പീസൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ബോക്സില്ല, അതാണ് കേട്ടോ. ഇതിൽ നമ്മൾ 25 സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നത്, സ്ക്വയറാണ്. അതിൽ നമ്മൾ 5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇതേപോലെ 4 സൈഡുകളിലും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ അത് കണക്ട് ചെയ്ത് കോളംസ് വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ വർക്ക് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതേപോലെ ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു സംഭവമാണ് നമ്മൾ ടിഷ്യൂ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന റോളില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അതെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. 2 സൈഡുകൾ കറക്റ്റായിട്ട് കിട്ടാനാണ് ഇതേപോലെ പ്രസ് ചെയ്യുന്നത്. സെൻറ്റർ ഭാഗത്ത് കട്ടാവരുത് കേട്ടോ. അതിനുശേഷം 2 സൈഡുകളും കൈ കൊണ്ടൊന്ന് ജസ്റ്റ് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു ലെവൽ കിട്ടും. എന്നിട്ട് സിസേഴ്സ് വെച്ചിട്ട് ആ മടക്കിയ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. 2 സൈഡിലും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ചെയ്തതിന് ശേഷം അടുത്ത സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ കറക്റ്റ് ഹാഫായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് അത് കറക്റ്റായിട്ടൊന്ന് ഉള്ളിലോട്ട് 2 കൂടെ വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി അടുത്ത പീസും കട്ട് ചെയ്യുമ്പോൾ ഇതേ ലെവലിൽ തന്നെ കട്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഓരോ സൈഡുകളും നമ്മൾ 5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്യാണ്. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ മാർക്ക് ചെയ്യണം കേട്ടോ. ഇതൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന പോലെ 2 സൈഡുകളും കണക്ട് ചെയ്തുകൊണ്ട് ഡ്രോ ചെയ്യാം. കണ്ടോ, ഇതേപോലെ ഒന്ന് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം അതിങ്ങനെ വരച്ചു കൊടുത്തിട്ട് ഒരെണ്ണം വരച്ചാൽ മതി, 2 എണ്ണമൊക്കെ ഉള്ളിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഞാൻ ഒരെണ്ണം വെച്ച് 2 പീസ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. കണ്ടോ, ഇതേപോലെ നമ്മൾ എല്ലാതും ആ ലൈൻ വരച്ചതിലൂടെ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. കറക്റ്റായിട്ട് വെക്കണേ, തള്ളിയൊന്നും പോവാതെ. അതിനുശേഷം അതിനെല്ലാം കൂടെ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഒരു കേർവ് ഷേപ്പ് നമുക്ക് ആവശ്യമാണ് കേട്ടോ. അതിനുശേഷം ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഓരോ സ്ക്വയറുകളിലും കറക്റ്റായിട്ട് വെച്ച് അതിനെ ഒട്ടിച്ചു കൊടുക്കുക. ആ സ്ക്വയറുകൾ കറക്റ്റായിട്ട് തന്നെ ആ ലൈൻ വരച്ചില്ലേ, ലൈൻ വരച്ച ഓരോ ബോക്സസിൻ്റെ ഉള്ളിലും കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചൊട്ടിക്കണം. അപ്പോൾ ഒരു പീസ് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു പീസ് ഇതേപോലെ ഒട്ടിക്കുക. അതായത് ഒരു പീസ് ഹൊറിസോണ്ടലി ഒട്ടിച്ചാൽ ഒരു പീസ് വെർട്ടിക്കലി ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ലൈൻ വരച്ചു കൊടുത്തത് എന്തിനാണെന്ന് മനസ്സിലായോ? കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാനാണ് കേട്ടോ. അപ്പോൾ ഒരു ലൈൻ ഫുള്ള് നമ്മൾ വരച്ചിട്ടുണ്ട്. അടുത്ത ലൈനിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെ ചെയ്യണം. മുകളിലത്തെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം അടുത്ത ലൈനിൽ നമ്മൾ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഒന്നും അടുത്തടുത്തിരിക്കുന്നത് സൈഡിലായാലും മുകളിലായാലും ഒന്നും ഒരേ ലെവലിൽ വരരുത്. കണ്ടോ, ഇതേപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുക. ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള പെയിൻറ്റ് കൊടുക്കാൻ ഞാൻ സ്പ്രേ പെയിൻ്റാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്പ്രേ പെയിൻ്റൊക്കെ ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡെക്കോർ ചെയ്യാം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കല്ലേ കേട്ടോ. ഇനി നമ്മളിതാ ഒരു ബ്ലാക്ക് കളർ പേപ്പർ എടുത്തിട്ട് അത് ബാക്കിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു പേപ്പർ കൊണ്ട് നമ്മളിങ്ങനെ റോൾ എടുത്തിട്ട് അതിനും ഗോൾഡൻ കളർ കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ആ സൈസിൽ ഒന്ന് ഫ്രെയിം പോലെ സെറ്റ് ചെയ്യാണ്. ഫ്രെയിം ഇല്ലാണ്ട് നമ്മൾ ആദ്യം ചെയ്ത വർക്ക് മാത്രമായിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കാൻ നോക്കിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് ഹോം സെൻറ്ററിലൊക്കെ പോകുമ്പോൾ കാണുന്നൊരു ഡിസൈനാണ് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു എഫക്റ്റ് കിട്ടാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളറിൽ നമ്മൾ പേപ്പർ റോൾ ചെയ്തെടുത്ത് നമ്മൾ പെയിൻറ്റ് ചെയ്തതിന് ശേഷം 4 സൈഡിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അവിടെ നമ്മുടെ കറക്റ്റ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ സംഭവം ഇട്ട് വെച്ചിരിക്കുന്നതാണ്. പക്ഷെ നമുക്ക് ഫ്രെയിമൊന്നും ഇത്ര വലുതായിട്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഫ്രെയിം എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് അത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു കവർ ഉണ്ടല്ലോ, ഈ കവറൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചുളിവുകളൊന്നും ഇല്ലാത്ത കവറുകൾ എടുക്കണേ. കവർ എടുത്തതിന് ശേഷം അതുകൊണ്ട് ഫ്രെയിം ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. സൈഡിൽ ആ ഒരു ഫ്രെയിമും കൂടെ ഉണ്ടെങ്കിലേ ഭംഗി ഉണ്ടാവുള്ളൂ. ബാക്കിൽ സെല്ലോ ടേപ്പാണ് വെക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് വേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് വെക്കാമല്ലോ, അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അടുത്ത സൈഡിൽ നമ്മൾ ആ സെല്ലോ ടേപ്പ് കവറും ഒട്ടിച്ചു കൊടുത്ത് നന്നായി വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ 4 സൈഡ് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ആ കവറിൽ ഇങ്ങനെ ഇതടിച്ചിട്ട് ഉള്ളൊരു ഗ്ലേസിങ് ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. ഇത് ഫ്രെയിം ഈ ഒരു ചെയ്യാതെ വെച്ചാലും നല്ല ഭംഗിയാണ്. നമുക്കിതൊന്ന് വോളിൽ സെറ്റ് ചെയ്ത് നോക്കാം. ഇതൊക്കെ കണ്ടോ എങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്നു ആ ബ്ലാക്ക് കളർ കുറച്ചും കൂടെ കാണണമായിരുന്നു തോന്നുന്നു. നല്ല രസമായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും വരാം പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ. താങ്ക് യു ഓൾ.